കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് പ്ലീസ് വീഡിയോ. അന്വേഷണത്തിൽ നിർണായകം അംഗീകാരങ്ങളുടെ പതക്കത്തിളക്കവുമായി മുഹമ്മദ് റാഫി യൂണിഫോം അഴിച്ചുവെക്കുന്നു. കേരള പോലീസിലെ മികച്ച കുറ്റാന്വേഷകരിൽ ഒരാളെന്ന വിശേഷണത്തിലൂടെയാണ് മുഹമ്മദ് റാഫി സർവീസിൽ നിന്നും വിരമിക്കുന്നത്. കേരളത്തിൽ ഞെട്ടിച്ച നിരവധി കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ നിർണായക പങ്കുവഹിച്ച റാഫിയെ തേടി ഒട്ടനവധി ചെയർമാൻ നല്ലവരായ ജസ്പേരിനെ കുറിച്ച് കേൾക്കാൻ വന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ 32 വർഷം പോലീസ് സർവീസിലായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ട്രേഡിങ്ങിന്റെ 20 കോടി കേസ് പിടിക്കാൻ വേണ്ടി അഹമ്മദാബാദിൽ പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പല സംഭവ വികാസങ്ങളെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന വ്യക്തി പല നമ്മുടെ മാർക്കറ്റിലുള്ള പല ചെയിൻ മാർക്കറ്റുകളുള്ള സംഭവങ്ങളൊക്കെ അന്വേഷിക്കുകയും അവസാനം ക്രൈംബ്രാഞ്ചിലേക്ക് വന്ന് അത് അന്വേഷിച്ച് വിജയമാക്കിയിട്ടുള്ളതാണ്. ഈ ജസ്പേരിനെ കുറിച്ച് ചോദിച്ച് കേട്ടപ്പോഴേ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസിനെ കുറിച്ച് പഠിക്കുകയും സംഭവ സ്ഥലത്ത് പോവുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇവരുമായിട്ട് കൂടിച്ചേരാൻ കഴിഞ്ഞത്. എൻ്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് യാദൃശ്ചികമായിട്ട് എൻ്റെ സുഹൃത്തായിരുന്ന റാഫിയാണ്. ഈ റാഫി പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ഞാൻ ഒഴിവാക്കി വിടുകയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ചെയിനില്ലാത്ത ഒരു സംഗതി എന്നാണോ റാഫി എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിന് ഞാൻ റെഡിയാവുന്നത്. ഇതൊരു യഥാർത്ഥത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുമായിട്ട് സഹകരിക്കുന്നത്. ഇനി മറ്റൊന്നല്ല, എനിക്ക് ഇതിന്റെ വ്യക്തത മനസ്സിലായപ്പോഴാണ് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ലോകത്ത് അറിയപ്പെടുന്ന ശിഹാബ് ചോറ്റൂരിനെ ഞാൻ ഇതിലേക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം നിസാരക്കാരനല്ല. 1 വർഷവും 18 മാസവും ഇവിടെ നിന്ന് നടന്ന് ഇന്ത്യയോട് നടന്ന് പാകിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ പോയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുകയും മദീനത്ത് വിസിറ്റ് ചെയ്യാനുള്ള സന്ദർഭമുണ്ട് തിരിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ് ശിഹാബ് ചോറ്റൂർ. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എന്തുകൊണ്ടാണ് ശിഹാബ് ചോറ്റൂർ? ആ ശിഹാബ് ചോറ്റൂർ എന്താണ് നമ്മളുമായി ജസ്പേരുമായി ചേർന്നുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം? അദ്ദേഹത്തിനെ എങ്ങനെ പരിചയപ്പെട്ടു? ഒരു സെക്കൻഡ്, കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു റിയൽ സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഞാനത് അവസാനിപ്പിക്കാറ്. ഞാൻ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്നു. വളാഞ്ചേരി SI ആയിരുമ്പോൾ ആരെങ്കിലും തിരൂർക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരൂർ DYSPയുടെ സ്ക്വാഡിലായിരുന്നു. ഒരു കുട്ടിയെ, ഒരു 23 വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു ദിവസം ജോലിക്ക് പോയി കാണാനില്ല. നാട്ടില് എല്ലാ സോഷ്യൽ പ്രവർത്തനം നടത്തുന്ന ഒരാളായിരുന്നു ശിഹാബ് ചോറ്റൂർ. അറിയപ്പെടുന്ന ആളായിരുന്നില്ല. ഒരു നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, എല്ലാ പ്രശ്നങ്ങളും അറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷൻ വരികയാണ്.